ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ്. ഇവിടെ മെസ്സേജ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ ഹെൽത്ത് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നാണ്. അതായത് ഒന്നുകിൽ അവരുടെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരുടെയെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സിന് എന്തോ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്, ഒന്നുകിൽ പ്രൈവറ്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഫൈനാൻഷ്യലി അവർ ഹാപ്പി ആയിട്ടാണ് ഉള്ളത്, സെറ്റിൽ ആയതുപോലെ. അതായത് അവർക്ക് സെറ്റിലാവാൻ പറ്റുക എന്നുള്ളത് വലിയ ഒരു കാര്യമല്ലേ. അപ്പോൾ അത് ആയതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുള്ള എനർജിയിലാണ് അവർ. എന്തായാലും 100%ഉം ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഹെൽത്ത് മോശമാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് സഡൻ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് പ്രോബ്ലം ഉണ്ടായി, അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലം ഇല്ലേ, അങ്ങനെ എന്തോ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സണ്. കാരണം ഇവിടെ ടാബ്ലറ്റ് കൊണ്ട് ശരിയാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് കൂടുതലായിട്ട് എന്തോ ചെയ്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. അങ്ങനെ എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് ശരിയായൊരു ടൈമാണ്. ഈ സമയം ഞാൻ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ശരിയായ ഒരു സമയമാണ് എന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ ആക്ഷൻ എടുത്താൽ മാത്രമേ ഇവർക്കൊരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. പക്ഷെ പേരൻസ് ഇവിടെ ഇവരെ ഒരു ആക്ഷൻ എടുക്കുവാൻ ഒരു സമ്മതം കൊടുക്കുന്നില്ല. കാരണം അവർ ആഗ്രഹിക്കുന്നത് ഇവർ സ്റ്റേബിൾ ആയതിനു ശേഷം ഒരു ആക്ഷൻ എടുക്കുവാനാണ്. ചിലപ്പോൾ ഇവർ സ്റ്റേബിൾ അല്ലായിരിക്കാം. സ്വന്തമായിട്ട് സ്റ്റേബിൾ ആയാൽ മാത്രമല്ലേ മാതാപിതാക്കൾ ഇവർ പറയുന്നത് അനുസരിക്കുകയുള്ളൂ. കാരണം ഇവർക്ക് സമൂഹത്തിൽ ഒരു വിലയുണ്ട്, ഇവർക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ മാതാപിതാക്കൾ ഇവർ പറയുന്നത് അനുസരിക്കും. ചിലപ്പോൾ ഇവർ സ്റ്റേബിൾ അല്ലാത്തത് കാരണം കൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാരുടെ പേരൻസ് ഇതിൽ വിട്ടു നിൽക്കുന്നതായിട്ട്, അതായത് ഇവരുടെ ആക്ഷൻ്റെ മേൽ ഒരു അഭിപ്രായം പറയുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരെന്തൊക്കെ അഭിപ്രായം പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവർ ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജി ആയിരിക്കുമ്പോൾ ഇവർ ആര് പറയുന്നതും കേൾക്കത്തില്ല. ഇവരുടെ ആക്ഷൻ എന്താണോ അത് ഇവർ നടപ്പിലാക്കും. ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു പവർ ഇവരുടെ വീട്ടിൽ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്താ പറഞ്ഞാലും വീട്ടുകാരത് സമ്മതിക്കും എന്നുള്ള ഒരു ഹോപ്പ്ഫുള്ളായിട്ടുള്ള മൈൻഡാണ് ഇവർക്കുള്ളത്. ഇവർ എന്തായാലും ഇവരുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അത് തുറന്ന് പറയുവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് മറ്റുള്ളവർ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇവർക്ക് കുഴപ്പമില്ല, പക്ഷേ ഇവർ അത് പറയും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതാണ് ശരിയായ ടൈം എന്നുള്ള ആ ഒരു രീതിയിൽ അവരുടെ വീട്ടിൽ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് ജോലി കിട്ടി, ഇവർ സ്റ്റേബിളായി, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് റിസീവ് ആകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ സത്യം ഇവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളാണ് നല്ലത്, അവർ ചീത്ത ആണ്, അവർ എന്തുമാത്രം എന്നെ ടോർച്ചർ ചെയ്തു എന്നൊക്കെ അവരുടെ സത്യം ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്ന. ആ ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ഗിൽറ്റിലാണ് ഉള്ളത്. കാരണം നിങ്ങളോട് ഇനി എങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കുക, എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം ഞാൻ എല്ലാം മറച്ചു വെച്ചു, ഇനി എന്നും മറച്ചു വയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, അവരോട് എല്ലാ സത്യവും പറയണമെന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതായത് നിങ്ങളല്ലാതെ വേറൊരാളുമായിട്ട് ഇവർ സംസാരിച്ചിരുന്നു, അവരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തുറന്ന് നിങ്ങളോട് പറയുന്നതാണ്. കാരണം അവർ ഇവരെ ചതിച്ചു, അപ്പോഴാണ് നിങ്ങളുടെ വില ഇവർക്ക് മനസ്സിലായത്. നിങ്ങളോട് മാപ്പ് ചോദിക്കുവാനും തയ്യാറായാണ് ഇരിക്കുന്നത്. അതായത് എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി, നിങ്ങൾക്ക് എനിക്ക് മാപ്പ് തരാൻ പറ്റുമെങ്കിൽ മാപ്പ് തരിക എന്നുള്ള രീതിയിലായിരിക്കും ഇവർ സംസാരിക്കുന്നത്. തീരുമാനം നിങ്ങൾക്ക് വിട്ടു തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ തീരുമാനം എന്താണ്? നിങ്ങൾക്ക് ബ്രേക്കപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്കപ്പ്, അല്ല ഇവർക്ക് മാപ്പ് കൊടുക്കണമെങ്കിൽ മാപ്പ് കൊടുക്കാം. അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്കാണ് ഇവർ വിട്ടു തന്നിരിക്കുന്നത്. ഉറപ്പായിട്ട് ഇവരെ ആരോ ചതിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ചതിച്ചപ്പോൾ ഇവരെ ആരോ ചതിച്ചു എന്ന് ഉറപ്പായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ വലിയൊരു തെറ്റാണ് ചെയ്തത് എന്നുള്ള ആ ഒരു പശ്ചാത്താപം ഇവർക്കുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഇത്രയും കാലം ഇവർ മാരേജ് ചെയ്യുവാൻ തയ്യാറല്ലാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും ഇവർ ബാക്ക്വേർഡ് ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ ഇവർ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് യൂണിയൻ ആവാൻ അവർ തയ്യാറാണ് എന്നുള്ള രീതിയിലുള്ള മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക അവരുടെ ഭാഗത്തുനിന്നുള്ള. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കെയർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഫാമിലി ഇവരുടെ പിറകെ നടക്കാൻ ട്രഡീഷണൽ വേയിൽ മാരേജ് ചെയ്യണമെന്ന്, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് താല്പര്യമില്ല. ഇവർക്ക് നിങ്ങളെ മാരേജ് ചെയ്യാനാണ് ആഗ്രഹം. അത് ചിലപ്പോൾ ട്രഡീഷണൽ വേയിലായിരിക്കത്തില്ല, ചിലപ്പോൾ ലവ് മാരേജോ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുമായിട്ട് യൂണിയൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു സ്റ്റെബിലിറ്റിയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. പീസ്ഫുള്ളായിട്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നല്ല രീതിയിലെല്ലാം അവസാനിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജീസ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ റെസൊനേറ്റ് ആയത് അത് മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ പേഴ്സൺ പറയുന്ന വേറൊരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് ഇവരെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാനില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നത് എന്നവർ പറയുകയാണ്. നിങ്ങൾ എപ്പോഴും ടെൻഷനിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു ശരിയായ സമയം എത്തുമ്പോൾ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആകുമെന്നാണ് അവർ പറയുന്നത്. നെക്സ്റ്റ് മെസ്സേജ്, നിങ്ങളിങ്ങനെ കൺട്രോൾ ചെയ്ത് വച്ചേക്കുന്നത് വിട്ടുകളയുവാനാണ് ഇവർ പറയുന്നത്. അതായത് ഭയങ്കരമായിട്ട് എന്ത് സിറ്റുവേഷൻ ആയാലും എന്ത് ആളെ ആയാലും കൺട്രോൾ ചെയ്ത് വയ്ക്കുന്നു, അത് വിട്ടുകളയുവാനാണ് അവർ പറയുന്നത്. അതായത് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ ഇഷ്ടപ്രകാരമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് കാര്യമായാലും വിട്ടുകളയുക, എന്നിട്ട് ഭഗവാനെ വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറയുന്നത്. നമ്മൾ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് വറിയാവാൻ പാടില്ല. ശരിയായ സമയം എത്തുമ്പോൾ എല്ലാം നേരെയാകും. നിങ്ങളെല്ലാം റിലീസ് ചെയ്തിട്ട് സറണ്ടർ ചെയ്യുക ഡിവൈനിൽ എല്ലാ കാര്യങ്ങളും. നെക്സ്റ്റ് മെസ്സേജ്, ഇവർക്ക് എന്തോ ഒരു കാര്യത്തിൽ ഗിൽറ്റ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മെസ്സേജ്, ഇവർ എന്തോ തെറ്റ് ചെയ്തു, ആ ഒരു തെറ്റിൻ്റെ പശ്ചാത്താപമുണ്ട്. അപ്പോൾ ഇവർ നിങ്ങളോട് മാപ്പ് പറയും, എന്നിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഇതും നിങ്ങൾക്ക് വിട്ടുതരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളോടെല്ലാം തുറന്നു പറയുവാൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ മറ്റുള്ളവർ മുഖേന നിങ്ങൾക്ക് ഈ ഒരു സത്യം അറിയുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് എല്ലാം നിങ്ങളോട് തുറന്നു പറയുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇവർക്ക് മാപ്പ് കൊടുത്തിട്ട് ആ കുഴപ്പമില്ല ഇനി ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെയുള്ള തെറ്റിനെ ആവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ അവർ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡും തരുന്നതാണ്. അതായത് താങ്ക് യു എന്ന് പറഞ്ഞ് നിങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇവർ. നിങ്ങളുടെ ഹൃദയം വളരെ വലുതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ രണ്ട് വഴികളുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അവർക്ക് അറിഞ്ഞുകൂടാ എങ്ങോട്ട് പോകണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ നിങ്ങളോട് സഹായം തേടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ലൈഫിലെ എല്ലാ പ്രോബ്ലംസും നിങ്ങളോട് ഡിസ്കസ് ചെയ്യും, അതനുസരിച്ച് ഒരു തീരുമാനം ഇവർ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് എൻ്റെ വഴി ഏതാണ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഇങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ നിങ്ങളുടെ സഹായത്തിൽ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.